ആദ്യം നമ്മൾ നല്ല വശം ഉള്ളിൽ വരത്തക്ക വിധം തുണി രണ്ടാക്കി മടക്കിയിടുക. ഞാനിപ്പോൾ തേരിന്റെ ഭാഗമാണ് എൻ്റെ നേരെ ഇട്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്കൊരു ബോർഡർ ലൈൻ വരയ്ക്കാം. ആദ്യം നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്താം. അപ്പോൾ നമുക്ക് ലെങ്ത് എത്രയാണെന്ന് നോക്കാം. ലെങ്ത് നമുക്ക് വേണ്ടത് തയ്ച്ചു കഴിയുമ്പോൾ വേണ്ടത് നമുക്ക് 39 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻ 39നോട് നമ്മൾ ബെൽറ്റ് എത്രയാണോ എടുക്കുന്നത് അത് മൈനസ് ചെയ്യുക. കൂടാതെ 2 ഇഞ്ച് സീം അലവൻസ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 39നോട് 1.5 ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 37.5യാണ്. ഈ 37.5യോട് 2 ഇഞ്ച് കൂട്ടണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 39.5യാണ്. അപ്പൊ നമ്മളിവിടെ അടയാളപ്പെടുത്തേണ്ടത് 39.5 അടയാളപ്പെടുത്തുക. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇനി താഴെ നിന്ന് മടക്കി അടിക്കാൻ, അടിഭാഗം മടക്കി അടിക്കാനായിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ ഭാഗത്തും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത് അരവണ്ണമാണ്. അപ്പോൾ അരവണ്ണം അടയാളപ്പെടുത്തുന്നതിന് മുന്നേ നമുക്ക് നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ അരവണ്ണവും നമ്മുടെ സീറ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കണം. അത് തമ്മിൽ മൈനസ് ചെയ്ത ആ ഒരു അളവും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം നമ്മുടെ അരവണ്ണം അടയാളപ്പെടുത്താൻ. അപ്പം നമുക്കിവിടെ 32.5 സീറ്റ് കിട്ടിയിരിക്കുന്നത്. അതിനോട് 25.5 അരവണ്ണം മൈനസ് ചെയ്യാം. അപ്പൊ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന 7ആണ്. ഇതിനെ നമുക്ക് 4ആക്കി ഭാഗിക്കാം. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1.75 ആണ്. അപ്പോൾ ഇത് നമ്മൾ ഓർത്ത് വയ്ക്കുക. 1.75 നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് വേസ്റ്റിന്റെ അളവ് നോക്കാം. 25.5 ഹരണം 4 പ്ലസ് നമ്മൾ നോക്കേണ്ടത് സീം അലവൻസ് ആണ് 1 ഇഞ്ച്. നമ്മൾ സൈഡിലെയും ഫ്രണ്ട് ക്രോച്ച് വരുന്ന ഭാഗത്തെയും 1/2 ഇഞ്ച് വെച്ച് 1 സീം അലവൻസ് പ്ലസ് നമ്മൾ നേരത്തെ കണ്ട വേസ്റ്റും സീറ്റും നമ്മളുടെ ഡിഫറൻസ് ബൈ 4 1.75. ഇതാണ് നമുക്ക് ഈ വേസ്റ്റിന്റെ ഭാഗത്ത് അടയാളപ്പെടുത്തേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ ബോർഡർ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗത്തുനിന്ന് ആ ഭാഗം വരെ 9.125 എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് 9.25 നമുക്ക് അടയാളപ്പെടുത്തി. നമ്മൾ ഈ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വരും. അതേപോലെ തന്നെ സൈഡ് പോർഷനിലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വരും. ഇനി നമുക്ക് ഈ ഇടയ്ക്ക് അടയാളപ്പെടുത്തേണ്ടത് ടക്കിന്റെ മാർക്കാണ്. അത് 1.75 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സെന്റർ അടയാളപ്പെടുത്തുക. 9.5 സെന്റർ ടേപ്പ് ഇങ്ങനെ വെച്ച് കറക്റ്റ് എത്രയാണോ കിട്ടുന്നത് അത് നമ്മൾ ഇവിടെ വെച്ച് നോക്കുക. അത് അടയാളപ്പെടുത്തുക. ഈ ഭാഗത്ത് കറക്റ്റ് 1.25 സെന്റർ വരുന്ന രീതിയിൽ 1.25 ടേപ്പ് ഇതേപോലെ വെച്ച് നോക്കുക. സെന്റർ വരുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്യുക. ഒരു വശത്ത് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ അപ്പുറത്തെ വശത്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നോക്കുക 1.25 ഇഞ്ച് കിട്ടുന്നുണ്ടോ. ഇത് നമ്മൾ 1.25 ഇഞ്ച് ഉണ്ട്. ഇത് നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കുന്ന ആ ടക്കിനുള്ളതാണ്. അത് താഴേക്ക് ഒരു 2 ഇഞ്ച് ഒരു ലൈൻ വരച്ചിടുക. ഇത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഈ ടക്ക് അടയാളപ്പെടുത്തുന്നതെന്ന്, തയ്ക്കുന്നതെന്ന് എങ്ങനെയെന്ന്. അപ്പോൾ നമ്മൾ വേസ്റ്റിന്റെ ഭാഗം അടയാളപ്പെടുത്തി. ഇനി നമ്മൾ നോക്കേണ്ടത് ക്രോച്ചാണ്. അപ്പോൾ ക്രോച്ച് ഒന്നില്ലെങ്കിൽ നമ്മൾ ക്രോച്ച് ഇരുന്നിട്ട് നമ്മൾ അളവെടുക്കുമ്പോൾ ക്രോച്ച് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ ഉണ്ട്. അത് സീറ്റ് ബൈ 4 പ്ലസ് 0.5 ആണ് നോർമൽ കാൽക്കുലേഷൻ. സീറ്റ് എത്രയാണ്? 32.5 ഹരണം 4 പ്ലസ് 0.5. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് 8.625 ആണ്. എന്നാൽ 8 കഴിഞ്ഞ് ഒരു പോയിന്റ് കൂടി നമുക്ക് വേണം. പക്ഷെ ഇവിടെ നമ്മൾ നല്ല ഹൈ വേസ്റ്റിലാണ് അളവെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്രോച്ചിന്റെ ലെങ്ത് 10 ഇഞ്ച് കൊടുക്കണം.
ഇതിൻ്റെ പോയിന്റ് 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനോട് 1.5 കൂടി ആഡ് ചെയ്തപ്പോൾ 10.125 കിട്ടി. നമ്മളൊരു 10 ഇഞ്ച് കണക്കാക്കി ഇവിടെ മാർക്ക് ചെയ്യണം. ഇത് ഹൈ വേസ്റ്റ് ആണ് പറയുന്നത്. നമ്മൾ സാധാരണ ചിലവർ നമ്മൾ പൊക്കിളിൻ്റെ ഭാഗത്തൊക്കെ ആയിരിക്കും ബെൽറ്റിൻ്റെ ആ ഭാഗം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കറക്റ്റ് ആദ്യം പറഞ്ഞ കണക്ക് തന്നെ മതി. ഈ 10.125 ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇത് നമ്മൾ ഒരുപാട് കയറ്റി വയറിൻ്റെ ഏകദേശം മുകളിൽ വരുന്ന രീതിയിൽ ഹൈ വേസ്റ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 10 ഇഞ്ച് വരുന്നത്. നമ്മളിവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ മുകളിൽ എത്രയാണോ നമ്മൾ അളവെടുത്തത് അത് തന്നെ താഴേക്കും ഈ ക്രോച്ച് ലെങ്ത് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്കും മാർക്ക് ചെയ്യണം. അപ്പം നമ്മൾ 9.4 അടയാളപ്പെടുത്തിയിരിക്കുന്നത്, അതൊന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതേപോലെ തന്നെ ആ ഭാഗത്തും ആ ക്രോച്ച് ലെങ്ത് വരുന്ന ഭാഗത്തും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇനി അടുത്തത് നമ്മൾ ഈ ലെങ്ത്തിന്റെ പകുതി കണക്കാക്കുക. നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത്, നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടാതെ എത്രയാണോ ലെങ്ത് വേണ്ടത് അത് ആദ്യം നോക്കുക. 38 ഇഞ്ചാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 19 ആണ്. ഈ 19 നമ്മളൊന്ന് മാർക്ക് ചെയ്യാം. ആ ഭാഗത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് സീറ്റാണ്. അപ്പോൾ സീറ്റ് വരുന്നത് ഈ ക്രോച്ച് ലെങ്ത് അടയാളപ്പെടുത്തിയില്ല, ഈ ഭാഗത്താണ് നമ്മൾ സീറ്റ് 1 അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ സീറ്റ് നമുക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ 1/3 ഭാഗം എടുക്കുക. നമുക്കിവിടെ സീറ്റ് കിട്ടിയിരിക്കുന്നത് 32.5 ആണ്. അതിൻ്റെ 3 ഭാഗം 10.83 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനോട് 0.5 ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 11.33 വരും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 11.4 കഴിഞ്ഞ് ഒരു പോയിന്റും കൂടി അടയാളപ്പെടുത്താം. അപ്പോൾ നമ്മളിവിടെ ഈ ഭാഗത്ത് നമ്മൾ ഈ ബോർഡർ ലൈൻ വരച്ചിരിക്കുന്ന ഭാഗത്ത് സൈഡ് ലൈൻ വരച്ച ഭാഗത്ത് നിന്ന് 11.4 കറക്റ്റ് ടേപ്പ് വയ്ക്കുക. എന്നിട്ട് ഇതൊരു മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു എൽ ഷേപ്പ് കിട്ടി. ഈ ഭാഗത്ത് ഒരു 1 ഇഞ്ച് പുറത്തേക്ക് ഒരു ഔട്ടർ ലൈൻ മാർക്ക് ചെയ്യാം. എന്നിട്ടൊന്ന് കർവ് ചെയ്ത് വരയ്ക്കുക. ഇത് നമ്മുടെ ക്രോച്ച് ലൈൻ. ഇനി നമ്മൾ ഈ കൊടുത്തേക്കണ എത്രയാണോ അതിൻ്റെ പകുതി അടയാളപ്പെടുത്തണം. അപ്പോൾ 11.4 നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് 5.5. ഈ ടേപ്പൊന്നും 11.4 ഭാഗത്ത് വെച്ച് മടക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 5.5 കഴിഞ്ഞ് ഒരു പോയിന്റാണ്. ഈ 5.5 കഴിഞ്ഞ് ഒരു പോയിന്റ് നമ്മളിവിടെ സെൻറ്ററിൽ മാർക്ക് ചെയ്യാം. അത് നമ്മൾ ഈ സെൻറ്റർ ലൈൻ വരച്ചേക്കുന്ന ഭാഗത്തും മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ താഴെ വരെ നമ്മൾ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇത് തമ്മിൽ നിന്ന് വരച്ച് യോജിപ്പിക്കുക. ഇനി നമുക്ക് അടുത്ത അളവ് നോക്കേണ്ടത്, നമ്മളിവിടെ സെൻറ്റർ ലൈൻ അടയാളപ്പെടുത്തിയിട്ടില്ലേ, ഈ ഭാഗത്ത് നമ്മൾ എത്രയാണോ വേസ്റ്റ് ലൈൻ എടുത്തിരിക്കുന്നത് അത് തന്നെ സെയിം ആയിട്ട് ഇവിടെ അടയാളപ്പെടുത്തുക. അപ്പോൾ അത് അടയാളപ്പെടുത്തുമ്പോൾ സെൻറ്ററിൽ കറക്റ്റ് ആ എത്രയാണോ വരുന്നത് അതിൻ്റെ പകുതി നമുക്ക് കിട്ടണം. 9.4 നമ്മൾ വേസ്റ്റ് ലൈൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 9.4 പകുതി നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 4.1. അപ്പോൾ അത് 4.5 0.1 സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ രണ്ട് ഭാഗത്തും മാർക്ക് ചെയ്യാം. ഇങ്ങനൊരു മാർക്ക് കൊടുക്കാം. ഇനി നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് കാലിൻ്റെ അടിഭാഗത്തെ വണ്ണമാണ്. അപ്പോൾ ഈ കാലിൻ്റെ അടിഭാഗത്തെ വണ്ണം അടയാളപ്പെടുത്താനായിട്ട് നമുക്ക് സീറ്റ് എടുക്കുക. സീറ്റ് 32.5 ആണ്. അതിനോട് അതിൻ്റെ 5 ഭാഗം കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 6.5 ആണ്. അപ്പോൾ 6.5 കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ ടേപ്പ് വെച്ചെടുക്കുക. 6.5 മടക്കി കഴിയുമ്പോൾ നമുക്ക് 3.4 കിട്ടും. അപ്പോൾ ഈ 3.4 സെൻറ്ററിൽ വരുന്ന രീതിയിൽ
മാർക്ക് ചെയ്യാം. താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കർവ് സ്കെയിൽ എടുക്കാം. കർവ് സ്കെയിൽ ഇല്ലെങ്കിൽ നമുക്ക് വരക്കാം, പക്ഷേ കർവ് സ്കെയിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എളുപ്പമായിട്ട് നന്നായിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ താഴെ വരച്ച ആ പോയിന്റിൽ നിന്ന് നമ്മളെ മിഡ് പോയിന്റ് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് വരയ്ക്കുക. അതിനുശേഷം തിരിച്ചും സൈഡിലത്തെ ഭാഗവും സെയിം അതേപോലെ തന്നെ അടയാളപ്പെടുത്തുക. ഇങ്ങനെ മാർക്ക് ചെയ്ത ശേഷം നമ്മളിവിടെ സൈഡ് പോർഷൻ വരുന്നുണ്ടല്ലോ, ആ സൈഡ് പോർഷനിൽ മിഡ് പാർട്ട് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നും ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ക്രോച്ചിന്റെ ഭാഗത്ത് നിന്ന് കർവ് സ്കെയിൽ വെച്ച് ഈ ഭാഗത്തേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുക. ഇത് ക്രോച്ചിന്റെ ഭാഗത്ത് മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് സൈഡിലെ പോർഷൻ ഇതേപോലെ തന്നെ കർവ് സ്കെയിൽ വെച്ച് ഈ ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്യാം. നമ്മൾ ഈ ടക്കിന്റെ പോയിന്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം. ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം. അതിനുവേണ്ടി ബാക്കിയുള്ള തുണി ഇതും 2 പാർട്ട് ഉണ്ട്, അത് കറക്റ്റായിട്ട് നിവർത്തിയിട്ട ശേഷം നമ്മൾ കട്ട് ചെയ്ത ഫ്രണ്ട് പാർട്ട് എടുക്കാം. ഫ്രണ്ട് പാർട്ട് എടുത്ത ശേഷം ബാക്ക് പാർട്ടിൽ എപ്പോഴും നമ്മുടെ വേസ്റ്റിന്റെ ഭാഗത്ത് കൂടുതൽ തുണി ഉണ്ടായിരിക്കണം. ഏകദേശം ഒരു 3 ഇഞ്ച് വരെ തുണി നമ്മൾ മുകളിലേക്ക് മാറ്റിയിട്ടിട്ട് വേണം ഫ്രണ്ടിലെ പാർട്ട് വയ്ക്കാൻ. അതേപോലെ തന്നെ സൈഡ് പോർഷനിൽ കറക്റ്റായിട്ട് നമുക്ക് തുണി മതി, പക്ഷേ ക്രോച്ചിന്റെ ഭാഗത്ത് നമുക്ക് തുണി എക്സ്ട്രാ വേണം. അപ്പൊ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഫ്രണ്ട് പാർട്ട് ഇടുക. നമ്മൾ സൈഡ് പോർഷൻ അതേപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിന്റെ സൈഡിൽ കൂടി മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ക്രോച്ചിന്റെ ആ ഭാഗത്ത് ലൈനിന്റെ ഭാഗത്ത് എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ വേസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഒരു 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് നേരെ ആ 1 ഇഞ്ച് നീക്കി അടയാളപ്പെട്ട ഭാഗത്തേക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെ എടുക്കുന്നത് നമുക്ക് ബാക്ക് അലാസ്റ്റിക്കാണ് നമ്മൾ എടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ സൈഡിലേക്ക് എടുക്കുന്നത്. ഇനി നമുക്ക് കൂട്ടിയെടുക്കേണ്ടത് സൈഡ് ഭാഗമാണ്, ക്രോച്ചിന്റെ ഭാഗം വരുന്ന ആ പോർഷനാണ് നമുക്ക് കൂട്ടിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് താഴെ നിന്ന് 1 ഇഞ്ച് കൂട്ടി അടയാളപ്പെടുത്താം.
അതേപോലെ തന്നെ മടക്കി നമ്മൾ സീം അലവൻസ് ഇട്ടേണ്ട ഭാഗത്തുനിന്ന് ലൈൻ വരച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് താഴെയും ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മിഡിൽ പോയിന്റ് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നമ്മളൊരു 2 ഇഞ്ച് അടയാളപ്പെടുത്തണം. അതേപോലെ തന്നെ ഈ ക്രോച്ചിന്റെ സെയിം ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ഭാഗത്തുനിന്ന് 2.5 3 നമുക്ക് എടുക്കാം. കാരണം ഈ ഭാഗം കുറച്ച് ലൂസായിട്ട് കിടക്കണമെന്നുള്ളവർക്ക് നമുക്കൊരു 3 ഇഞ്ച് വരെയൊക്കെ എടുക്കാം. ഞാനിവിടെ 2.25 ഇഞ്ച് അടയാളപ്പെടുത്തുകയാണ്. പിന്നെ ഇതിൻ്റെ 2നും മിഡിലായിട്ട് ഞാൻ 2.25 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മൾ മിഡിലും താഴെയുള്ള ഭാഗത്തിൻ്റെ ഇടക്കായിട്ട് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ കർവ് സ്കെയിൽ വെച്ച് തന്നെ ഈ വരകൾ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പോർഷന്റെ സൈഡ് ഭാഗം അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഇങ്ങനെ നീക്കി വെച്ച് കറക്റ്റ് അളവാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു 4 ഇഞ്ചിന് വ്യത്യാസമുണ്ട്. ആ ഭാഗം ഒന്ന് താഴേക്കാക്കി മാർക്ക് ചെയ്യാം. എന്നിട്ട് നേരത്തെ ചെയ്ത കൂട്ട് തന്നെ നേരത്തെ വെച്ച പോലെ തന്നെ ഒപ്പം വയ്ക്കുക. ഇനി നമുക്ക് വേസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഞാനിവിടെ ഒരു 2 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തുന്നു. നമ്മുടെ ഹിപ്പ് സൈസ് കൂടുന്നതനുസരിച്ചും നമ്മുടെ സീറ്റ് വണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ പുറകിലേക്കുള്ള ലെങ്ത് കൂട്ടാട്ടോ. ഇതിപ്പോൾ 2.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് തീരെ ഹിപ്പ് സൈസ് കുറവുള്ളവർക്ക് നമ്മൾ 1.5 ഇഞ്ചോളം കൂട്ടിയാൽ മതി. ഇതിപ്പോൾ ഞാൻ 2.5 ഇഞ്ച് കൂട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ജസ്റ്റ് വരയ്ക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ 2.5 ഇഞ്ച് ആദ്യമേ കൂട്ടിയിരിക്കുന്നത്. ഇപ്പോൾ 2.5 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് ഈ നേരെ സ്ട്രെയിറ്റ് ലൈൻ, ഈ ക്രോച്ചിൻ്റെ നേരെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 3/4 ഇഞ്ച് ലൈനും കൂടി അടയാളപ്പെടുത്താം. ഇത് ബാക്ക് പോർഷൻ ലൈനാണ്. എന്നിട്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് നമ്മളിവിടെ സൈഡിൽ നീക്കി അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് കുറച്ച് നീക്കി തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തിയിട്ട് ആ ഭാഗത്തുനിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഇത് കുറച്ച് കുഴിച്ച് നമ്മൾ നേരെ ഒരിക്കലും ബാക്ക് അടയാളപ്പെടുത്തരുത്. ഇങ്ങനൊരു രീതിയിൽ നമ്മൾ ഫ്രണ്ട് അടയാളപ്പെടുത്തി തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അതിൻ്റെ ഫിനിഷിങ് അത് ഒരു വൃത്തിയായിട്ട് കിട്ടില്ല. ഒന്നില്ലെങ്കിൽ പൊങ്ങി നിൽക്കും, അങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. എന്നുവെച്ചാൽ പൊങ്ങി നിൽക്കും, ബാക്ക് ഒരു പ്രത്യേക രീതിയിൽ പൊങ്ങി നിൽക്കും. അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന രീതിയല്ല. അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് ഇങ്ങാട് നീക്കി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് ഈ ലൈൻ ഒന്ന് ചരിച്ച് ഈ ഭാഗത്തേക്ക് എത്തിക്കണം. അപ്പോൾ ഒന്ന് കുഴിച്ച് തന്നെ ഇപ്പോൾ കർവ് സ്കെയിൽ ഉണ്ടെങ്കിൽ ആ സ്കെയിൽ വെച്ച് നമുക്ക് കുഴിച്ച് അടയാളപ്പെടുത്താം. ഇങ്ങനെ മാർക്ക് ചെയ്യാം. സ്റ്റാർട്ട്. ഫ്രണ്ട് പോർഷൻ നമുക്ക് എടുത്തു മാറ്റാം.
ഇനി നമുക്ക് ബെൽറ്റ് പീസ് എങ്ങനെ എടുക്കട്ടെ നോക്കാം. അപ്പോൾ നമുക്ക് ബെൽറ്റ് പീസിൽ ക്രോച്ചിന്റെ സൈഡിൽ നമ്മൾ തയ്യൽ തുമ്പ് അരയിഞ്ച് പോകും. അപ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ ഈ സൈഡ് വരെ നമ്മൾ എടുക്കാം. ഇത് 9 ഇഞ്ചാണ്. ഈ 9 ഇഞ്ചിൽ നിന്ന് 1.25 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്യണം, ടക്കിന്റെ മൈനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ 9ൽ നിന്ന് 1.75 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 7.25 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ 2 വെച്ച് ഗുണിക്കണം. അപ്പോൾ നമുക്ക് 14.5 കിട്ടിയിരിക്കുന്നത്. ഈ 14.5 നമുക്ക് ഫ്രണ്ടിൽ ബെൽറ്റ് പീസ് നമുക്ക് കിട്ടണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ബെൽറ്റ് പീസിന്റെ നീളം 14.5 ആദ്യം മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതിപ്പോൾ മടക്കിയിട്ടിരിക്കുന്ന തുണിയാണ്. അപ്പോൾ നമുക്ക് ഒരു വശത്ത് 1.25 ഇഞ്ച് പട്ടയാണെങ്കിൽ നമുക്ക് അതിനോട് ഒരു 3/4 ഇഞ്ചും കൂടി തയ്യൽ തുമ്പ് ഞാൻ എടുക്കുന്നു. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് തുണി നമുക്കിവിടെ ആവശ്യമുണ്ട്. അപ്പോൾ 2 ഇഞ്ച് കണക്കാക്കി താഴേക്ക് മാർക്ക് ചെയ്യാം. നമുക്ക് ഫ്രണ്ട് ബെൽറ്റ് കിട്ടി. ഇനി നമുക്ക് ബാക്ക് ബെൽറ്റ് കണക്കാക്കാം. ഇനി ബാക്ക് ബെൽറ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് ക്രോച്ചിന്റെ ഭാഗത്ത് 1/2 ഇഞ്ച് വിട്ട് സൈഡിലേക്ക് അളക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ 9.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 9.5 ഇഞ്ചിന് 9.5 × 2 19 ഇഞ്ച് നമുക്ക് ബാക്കിലെ ബെൽറ്റ് പീസ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ കട്ട് ചെയ്ത പോലെ തന്നെ 19 ഇഞ്ച് നീളത്തിലും 2 ഇഞ്ച് വീതിയിലും നമ്മൾ ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സൈഡ് പോർഷനിൽ സൈഡ് സിപ്പ് എങ്ങനെയാണ് വെക്കേണ്ടതെന്നും കുറച്ച് നേരത്തെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഇട്ടേക്കണോണ്ട് ഞാൻ അത് ഇടുന്നില്ല. സൈഡ് സിപ്പ് വയ്ക്കുന്നതും മാത്രമേ ഇനി സ്റ്റിച്ചിങ്ങിൽ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. താങ്ക് യു.